ഞങ്ങളുടെ പാതയിൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7-ാം പാഠം 1-ാം ഭാഗത്ത് നമ്മൾ പഠിച്ചത് വചനം രൂപാന്തരപ്പെടുത്തുന്നു, വചനം സൗഖ്യദായകമാണ്, വചനം ജീവദായകമാണ്. നമ്മൾ മനസ്സിലാക്കി ഒരു ക്രൈസ്തവൻ, ഒരു കത്തോലിക്ക വിശ്വാസി അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് വചനത്തിൽ അധിഷ്ഠിതമായാണ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു വച്ചു. നമുക്ക് ഈ 7-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തേക്ക് വരാം. ക്രിസ്തീയ ജീവിതം വചനാധിഷ്ഠിതം എന്ന പാഠത്തിൻ്റെ 2-ാം ഭാഗം നമുക്ക് പഠിക്കുന്നതിന് മുന്നോടിയായി ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വചനാധിഷ്ഠിതം ജീവിക്കാൻ, വചനം വായിച്ച് ധ്യാനിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, വഴി നടത്തുന്ന വചനം അറിയാൻ, മനസ്സിലാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, വഴി നടത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. 1968 പ്യൂബ്ലോ ഇൻസിഡൻറ്റ് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. പ്യൂബ്ലോ ഇൻസിഡൻറ്റ് അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഷിപ്പ് കൊറിയൻ അതിർത്തി ഭേദിച്ച് 12 കിലോമീറ്റർ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ കൊറിയൻ ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ മനസ്സിലാക്കി US-ൻ്റെ ഇൻ്റലിജൻസ് ഷിപ്പ് അതിർത്തി ഭേദിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കടന്നിരിക്കുന്നു. ഉടനെ തന്നെ അവരുടെ മിലിറ്ററി 12 ബോട്ടുകൾ അയച്ച് ഈ ഷിപ്പിനെ വളഞ്ഞു. അതിനുശേഷം ആക്രമണം ആരംഭിച്ചു. അങ്ങനെ വെടിവെപ്പിൽ പ്യൂബ്ലോയിലുണ്ടായിരുന്ന 83 പേരിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ബാക്കി 82 പേരെയും കൊറിയൻ സൈന്യം തടവിൽ പാർപ്പിച്ചു. തടവിൽ പാർപ്പിച്ച സമയത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത് എങ്ങനെയാണ്? അമേരിക്കൻ പട്ടാളക്കാർക്ക് ഒരു കാരണവശാലും കൊറിയൻ പട്ടാളക്കാരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവരെക്കാളും എത്രയോ മുൻപന്തിയിലാണ് എല്ലാ കാര്യങ്ങൾക്കും തങ്ങളെന്ന് അവർ ചിന്തിച്ചു. പരസ്പരം വലിയ വിദ്വേഷവും സ്പർദ്ധയുമായിരുന്നു. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ ഒക്കെ സാധാരണയായി മാറി. വലിയ നിരാശയിലാണ്ട ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു കരിക്കട്ടയെടുത്ത് ആ ഭിത്തിയിൽ അദ്ദേഹത്തിന് അറിയുന്ന ഒരു ദൈവവചനം കുറിച്ചിട്ടു. അത് കണ്ട് പിന്നാലെ വന്ന അടുത്ത പട്ടാളക്കാരൻ അദ്ദേഹത്തിന് അറിയുന്ന വചനം കുറിച്ചിട്ടു. 82 പേരും അവർക്കറിയുന്ന വചനങ്ങൾ ഭിത്തിയിൽ രേഖപ്പെടുത്തിയതോടെ ആ 4 ചുവരുകളിലും ദൈവവചനം നിറഞ്ഞു. ആ ദൈവവചനത്തിലൂടെ കണ്ണോടിച്ച് അവർക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വലിയ മാറ്റങ്ങൾ വന്നു. അവരെ രൂപാന്തരപ്പെടുത്തി വചനം. തുടർന്ന് ചരിത്രം പറയും, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഈ 82 പേരെയും റിലീസ് ചെയ്തു. എന്തുകൊണ്ട്? ഇവരുടെ പെരുമാറ്റം കൊണ്ട്. ഇതാണ് വചനം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിശുദ്ധ ഗ്രന്ഥം ഈ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, നമ്മൾ വചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ 11-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ വചനത്തിൻ്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു. നമുക്ക് ഈ വചനഭാഗം ഒന്ന് ശ്രവിച്ച് നമുക്ക് തിരിച്ചു വരാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വായിച്ച് കേൾക്കാം. നിയമാവർത്തന പുസ്തകം അധ്യായം 11, 18 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ആകയാൽ
എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ. അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വചനത്തെക്കുറിച്ച് ധ്യാനിക്കണം, ചിന്തിക്കണം. ഇത് വളരെ ഒരു ഉൾക്കാഴ്ചയാണ് നമുക്ക് തരുന്നത്. സദാസമയത്തും വചനം ധ്യാനിച്ചുകൊണ്ട് നടന്നാൽ നമ്മുടെ ജീവിതത്തെ ദൈവം ക്രമീകരിക്കും എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. കൂട്ടുകാരെ, പാഠത്തിൻ്റെ അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് പോവാം. വചനം നമ്മെ വിശുദ്ധീകരിക്കും. വചനം നമ്മെ വിശുദ്ധീകരിക്കും. എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ കണ്ടു. പാപ സാഹചര്യങ്ങളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്. ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പാപത്തിലേക്ക് വഴുതി വീഴാതെ പാപത്തിൽ നിന്നും നമ്മെ മോചിക്കാനുള്ള ഒരു ഔഷധമായി വർത്തിക്കുന്നത് വചനമാണെന്ന് നമ്മുടെ പാഠം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പാപത്തിൽ വീഴാതെ ഒരു സിദ്ധ ഔഷധം പോലെ വചനം നിൽക്കുന്നു എന്നാണ് നമ്മളെ പാഠം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് രോഗത്തിൽ നിന്ന്, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതാണ് ദൈവവചനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ 119 അധ്യായം 11 തിരുവചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനിലേക്ക് പാപം പ്രവേശിക്കില്ല. ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പാപം പ്രവേശിക്കില്ല. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നത്, കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും സകല സമയത്തും വചനത്തെ ധ്യാനിക്കണമെന്ന് പറഞ്ഞത്. സങ്കീർത്തകൻ പറയുന്നത് എങ്ങനെയാണ്? സങ്കീർത്തകൻ പറയുന്നു, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ഹൃദയത്തിൽ വചനം സൂക്ഷിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നാണ് ഈ നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് നമുക്ക് വന്നാലോ? വചനാധിഷ്ഠിത ജീവിതം ശിഷ്യത്വത്തിൻ്റെ അടയാളമാണ്. യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാണ് ഞാനെങ്കിൽ ഞാൻ വചനാധിഷ്ഠിതമേ ജീവിക്കുകയുള്ളൂ. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 8 അധ്യായം 21 തിരുവചനത്തിൽ, ആരാണ് സഹോദരരും അമ്മയും? ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് യേശുക്രിസ്തു തന്നെ വ്യക്തമാക്കിയത് നമുക്കോർമ്മയുണ്ട്. ദൈവവചനത്തെ കണ്ടുമുട്ടണം, ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കണം എന്നതാണ് ക്രൈസ്തവൻ്റെ പരമപ്രധാനമായ വിളി. വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകളിൽ നമുക്ക് പറയാം, നിൻ്റെ പ്രാർത്ഥന ദൈവത്തോട് പറയുന്ന നിൻ്റെ വാക്കാണ്. നിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നീ ദൈവത്തോട് സംസാരിക്കുന്ന കാര്യം തന്നെയാണ്. നീ നിൻ്റെ അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നീ ഈശോയോട് സംസാരിക്കാറുണ്ടോ? അത് നിൻ്റെ പ്രാർത്ഥനയാണ്. നീ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് തയ്യാറാവാം. വചനാധിഷ്ഠിത ജീവിതം നയിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വചനത്തിന് അധിഷ്ഠിതമായി ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കാണാനുള്ളത്. ഒന്ന്, വചനത്തെ അറിയണം. വചനത്തെ അറിയണം. വചനത്തെ അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? 6 പാഠത്തിൽ ബൈബിളിനെക്കുറിച്ച് വളരെ വിശദമായി ബഹുമാനപ്പെട്ട മാനുവൽ സാറ് ക്ലാസ് എടുത്തപ്പോൾ ബൈബിളിലെ പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് വലിയ അറിവുകൾ നിങ്ങൾക്ക് ആ പാഠത്തിലൂടെ പറഞ്ഞു തന്നു. ഇത് അറിയണം, അത് കൂടുതൽ ജ്വലിപ്പിക്കണം. 2, വചനം ശ്രവിക്കണം. വചനം ശ്രവിക്കണം.
വചനം ശ്രവിക്കണമെന്ന് പറഞ്ഞാൽ വചനം വായിച്ച് കേൾക്കണം, വായിക്കണം. അനുദിനം വചന പാരായണത്തിന് സമയം കണ്ടെത്താറുണ്ടോ? മൂന്നാമത്തത്, വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കണം. വചനത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. 4, അങ്ങനെ മനസ്സിലാക്കിയ വചനത്തിനനുസരിച്ച് പ്രവർത്തിക്കണം, വചനാനുസൃതം പ്രവർത്തിക്കണം. 5, പ്രാർത്ഥിക്കണം. വചനാനുസൃതം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കട്ടെ. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മൾ ഇന്ന് കണ്ടത് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. നമുക്ക് വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കണം. വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ഒരു പാപചിന്തയും അല്ലെങ്കിൽ ഒരു പ്രലോഭനങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. വചനാധിഷ്ഠിതം ഞാൻ ജീവിച്ചാൽ, യേശുക്രിസ്തു പറഞ്ഞത് വചനാധിഷ്ഠിതം ജീവിക്കുന്നവരാണ് എൻ്റെ സഹോദരങ്ങളും അമ്മയും എന്നാണ് യേശുക്രിസ്തുവും പറഞ്ഞു വച്ചത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള സമയം അതിക്രമിച്ചു. വചനം വായിച്ച്, വചനം ധ്യാനിച്ച്, വചനാനുസൃതം ജീവിതത്തെ ക്രമപ്പെടുത്താം. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദൈവം നമുക്ക് കൊണ്ടുതരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, വചനത്തിലൂടെ യാത്ര ചെയ്ത്, വചനം വായിച്ച്, വചനം ഗ്രഹിച്ച്, വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി, വചനാനുസൃതം പ്രവർത്തിക്കാൻ, വചനാനുസൃതം ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ യഥാർത്ഥ ശിഷ്യന്മാരായി ലോകത്ത് വ്യാപരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ ഒരാഴ്ചക്കാലം നമുക്ക് ധ്യാനിക്കാനുള്ള വചനം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 21-ാം തിരുവചനം. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.